നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ 26,000 മുകളിൽ ആദ്യമായിട്ട് ക്ലോസ് നടത്തിയ ഒരു ദിവസമാണ്. അവസാന ആ ഒരു ഹാഫ് ആൻ അവറിൽ നടത്തിയ ഒരു ശക്തമായൊരു റാലിയാണ് നിഫ്റ്റി 26,000 മുകളിൽ ക്ലോസ് നടത്താനായിട്ട് പറ്റിയത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റും ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. US മാർക്കറ്റ് മിക്സ്ഡ് ആയിരുന്നു വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട്. US നിന്ന് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 GDP ഡേറ്റ വരികയാണ്. അതുകൊണ്ട് തന്നെ US വിക്സ് ഇന്നലെ ഒരു സിംഗിൾ ഡേ കൊണ്ട് 67% ഉയർന്നിട്ടുണ്ട്. എന്നാൽ നിഫ്റ്റിയിൽ ഇതുവരെ, അതായത് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മൈൽഡായിട്ട് പോസിറ്റീവായിട്ടാണ് ട്രേഡ് നിഫ്റ്റി നടത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം ഏറ്റവും താഴെ US വിക്സ് 71% സ്പൈക്ക് ചെയ്ത് 25. നാസ്ഡാക്ക് ഫ്ലാറ്റായിരുന്നു, എന്നാൽ ഡോ 300 പോയിൻ്റ് ഇടിഞ്ഞു. FTSE, CSE 40, ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ്, ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ പോവുകയാണ്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോയും വിപ്രോയും ICICIയും HDFC എല്ലാം തന്നെ ഫ്ലാറ്റായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇത് നിഫ്റ്റിയുടെ ഇന്ന് എക്സ്പയറി ആണ്, മന്തിൽ എക്സ്പയറി ആണ്. അപ്പോൾ ഫ്യൂച്ചർ സ്റ്റോക്ക് ഇൻഡെക്സ് എല്ലാം തന്നെ എക്സ്പയറി ആവുന്നതാണ്. സ്വാഭാവികമായിട്ട് വോളറ്റിലിറ്റി ഉണ്ടാവേണ്ടതാണ്. മേജർ സപ്പോർട്ട് സോൺ കാണാൻ 25,500 ആണ്. PCR 1.35 ആണ്. പുട്ട് കോളിൽ അങ്ങനെ കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്തിട്ടില്ല. ഷോർട്ട് ചെയ്തിട്ടുള്ളത് 26,000-ലാണ്. ഇനി ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് വേഗം പോകാം. ആദ്യം വേദാന്തമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. വേദാന്ത ഒക്ടോബർ 8-നാണ് ഇവരുടെ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നത്. PB ഫിൻടെക് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് PB ഫിൻടെക് കമ്പനി ഹെൽത്ത് കെയർ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് സ്വന്തമായിട്ട് തുടങ്ങുമെന്ന് കമ്പനി അറിയിച്ചു. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസ് കമ്പനിയുടെ ഇൻവെസ്റ്റർ ഗ്രൂപ്പ് ഏകദേശം 20% സ്റ്റേക്ക് വിൽക്കുകയാണെന്ന് എന്നുള്ള ന്യൂസ്. അദാനി ഗ്രൂപ്പ് ഇവർ ഈ ഒരു ഏവിയേഷൻ രംഗത്തേക്ക് കടന്നു വരികയാണ് എന്നുള്ളൊരു ന്യൂസാണ്. ഇതിനു വേണ്ടിയിട്ട് ബോംബാർഡിയർ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ഇവർ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ASK ഓട്ടോമോട്ടീവ് കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പിൽ ഒരാളായിട്ടുള്ള കുൽദീപ് സിംഗ് ഇവരുടെ സ്റ്റേക്ക്, ഇദ്ദേഹത്തിൻ്റെ 6% സ്റ്റേക്ക് വിൽക്കുകയാണെന്ന് എന്നുള്ള ന്യൂസ്. KPR മിൽസ് കമ്പനി ഇവരുടെ ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള രാമസ്വാമി ഏകദേശം 1 CR ഷെയർ, അതായത് 3% ടോട്ടൽ ഇക്വിറ്റിയുടെ 925 കോടി രൂപക്ക് വിൽക്കുക, 25 റുപ്പീസ് പെർ ഷെയറിന് വിൽക്കുകയാണെന്നുള്ള ന്യൂസ്. IDFC ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഈ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ IDFCയും IDFC ഹോൾഡിങ്സിനും സംബന്ധിച്ചുള്ള മെർജർ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻലം ഇൻഡസ്ട്രീസ് കമ്പനി ബംഗ്ലാദേശിൽ ഇവരുടെ പുതിയൊരു പ്ലാന്റ് ഓപ്പൺ ചെയ്തു. JBM ഓട്ടോ കമ്പനി സിംഗപ്പൂരിൽ EV വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പുതിയൊരു പ്ലാന്റ് ഇവർ സെറ്റപ്പ് ചെയ്തു. ധ്രുവ് കൺസൾട്ടൻസി കമ്പനി ഫിലിപ്പീൻസ് ഗവൺമെൻറ്റായിട്ട് പുതിയൊരു ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബോറോസിൽ റിന്യൂവബിൾ കമ്പനി മാക്സ് പ്രതി പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അദാനി ഗ്രീന് എന്നാൽ ഇവരുടെ പ്രൊമോട്ടേഴ്സ് അഡീഷണൽ സ്റ്റേക്ക് വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ന്യൂസ്. 1.27%. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് പ്രൊമോട്ടർ സ്റ്റോക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്നോ അതല്ലെങ്കിൽ ഓഫീസ് വഴിയോ തിരികെ വാങ്ങുന്നത് പ്രൊമോട്ടർക്കാണ് കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. അത് ഒരു പോസിറ്റീവായിട്ടും, പ്രൊമോട്ടർ ഗ്രൂപ്പ് വിൽക്കുന്നത് സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടാറ്. പക്ഷേ പ്രൊമോട്ടർ ഗ്രൂപ്പ് വിൽക്കുമ്പോൾ ആ വിൽക്കുന്ന ഒരു നിക്ഷേപം വാങ്ങുന്നത് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണ്. ഗോൾഡ്മാൻ സാക്ക് പോലെയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പാണെങ്കിൽ അത് ന്യൂട്രലാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഒരു പ്രത്യേക ഒരു ഫോർമുലയൊന്നുമില്ല. എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റിൽ എത്താം. കൂടാതെ തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക്, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ചെക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.